നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മഞ്ഞയിൽ കളിച്ചാടുക എന്നൊക്കെ പറയില്ല, അതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്. ചെൽസി വേഴ്സസ് ബേൺമൗത്ത് മത്സരത്തിൽ 14 യെല്ലോ കാർഡുകളാണ് റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഒരു കളിയിൽ ഇത്രയധികം യെല്ലോ കാർഡുകൾ കാണിക്കുന്ന ആദ്യമായിട്ടാണ്. അതിൽ 6 യെല്ലോ കാർഡുകൾ ബേൺമൗത്ത് താരങ്ങളും 8 യെല്ലോ കാർഡുകൾ ചെൽസി താരങ്ങളുമാണ് കണ്ടത്. ഏതായാലും കളി ഒടുവിൽ ചെൽസി ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിക്കുകയായിരുന്നു. അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത് ക്രിസ്റ്റഫർ എൻകുങ്കു ആണ്. അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ആ ഗോള് കണ്ടെത്തി. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ബലൂൺ സെലിബ്രേഷൻ പുറത്തെടുക്കുകയും ചെയ്തു. എന്തായാലും ചെൽസി വിജയിച്ച് കയറിയിരിക്കുന്നു. എൻകുങ്കുവിന് അസിസ്റ്റ് കൊടുത്തത് ജെയ്ഡൻ സാൻജോയാണ്. സാൻജോ രണ്ടാം പകുതിയിൽ ഇറങ്ങി മികച്ച പ്രകടനം നടത്തി എന്നുള്ളതും ചെൽസിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈ ഒരു മത്സരത്തിൽ ആദ്യ 11-ൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ജാക്സണും പെഡ്രോനാറ്റോയും കോൾ പാൽമറും മൊഡൂക്കയും ഒക്കെയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിലാണ് കളിക്കാനായിട്ട് ജെയ്ഡൻ സാൻജോ വരുന്നത്. ആദ്യ പകുതി പക്ഷേ ബേൺമൗത്തിന് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. അത് ചെൽസിയുടെ ഗോൾ കീപ്പർ സാഞ്ചസ് മികച്ച രൂപത്തിൽ സേവ് ചെയ്തു. അത് അവർക്ക് വലിയ രൂപത്തിൽ ഗുണമായിട്ട് മാറുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ സാൻജോ ഇറങ്ങുന്നു. മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരുന്നു. എൻകുങ്കുവിന് അദ്ദേഹം 86-ാമത്തെ മിനിറ്റിൽ അസിസ്റ്റ് കൊടുത്തു. ആ ഒരു ഗോളിന് ചെൽസി വിജയിച്ച് കയറുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 4 കളികളിൽ നിന്ന് 2 വിജയം, 1 സമനില, 1 തോൽവി, 7 പോയിന്റോടെ ചെൽസി 7-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.